കൊളക്കാട്, കോഴിക്കോട്. ചാതുര്യമേറിയ ചരിത്രം പറയുന്ന മണ്ണ്. പുരാതന കാലം മുതലേ ലോകസഞ്ചാര ഭൂപടത്തിലെ അനിഷേധ്യ മുദ്രയായ ഇടം. കാലത്തിന്റെ ഒഴുക്കിനൊത്ത് അതിശീഘ്രം മുന്നോട്ടു പോകുന്ന കോഴിക്കോട് പട്ടണത്തിന്റെ 15 കിലോമീറ്ററും വടക്ക് അറബിക്കടലിന്റെ 4 കിലോമീറ്ററും കിഴക്കുമാറി ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കേ അതിരിൽ കുറ്റ്യാടിപ്പുഴയുടെ കൈവഴിയായ കോരപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സുന്ദര ഗ്രാമമാണ് കൊളക്കാട്. വ്യാപാരം, മത്സ്യബന്ധനം, ചകിരി വ്യവസായം തുടങ്ങിയവയിൽ വ്യാപൃതരായിരുന്നു ആദ്യകാലങ്ങളിൽ കൊളക്കാട്ടുകാർ. ദൈനംദിന സഹവർത്തിത ജീവിതത്തിൽ സൗഹൃദപരമായി മുന്നോട്ടു പോകുന്ന കൊളക്കാടിന് മതസാഹോദര്യത്തിന്റെയും വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്റെയും വലിയ കഥകൾ പറയാനുണ്ട്. വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ കോഴിക്കോടിന്റെ നെറുകയിൽ തിലകക്കുറി ചാർത്തിയ പഞ്ചായത്താണ് ചേമഞ്ചേരി. വിദ്യാഭ്യാസ കലാ സാംസ്കാരിക രംഗത്തെന്ന പോലെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ കോഴിക്കോടിന് തന്നെ മാതൃകയാണ് ഈ പഞ്ചായത്ത്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ വാസ്കോഡഗാമ കപ്പലിറങ്ങിയ കാപ്പാട് സ്ഥിതി ചെയ്യുന്നതും ചേമഞ്ചേരിയിലാണ്. ചേമഞ്ചേരിയെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ രേഖപ്പെടുത്തിയ പ്രധാന സ്ഥാപനങ്ങളായ കാപ്പാട് ഐനുൽ ഹുദ യതീംഖാനയും തിരുവങ്ങൂർ ഇലാഹിയ ഹയർ സെക്കൻഡറി സ്കൂളും നിരവധി LP UP സ്കൂളുകളും കലാലയങ്ങളും ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്ത് പരിശുദ്ധ ഖുർആനിന്റെ പരിമള പറുദീസ തീർക്കുന്ന സ്ഥാപനമാണ് കൊളക്കാട് ഷംസുൽ ഹുദ ഹിഫ്ളുൽ ഖുർആൻ അക്കാദമി. ഷംസുൽ ഹുദ ഹിഫ്ളുൽ ഖുർആൻ അക്കാദമിയുടെ ഉപദേശക സമിതി അംഗമായ TT മുഹമ്മദ് ഹാജിയുടെ പിതാവ് മർഹൂം കാട്ടിൽ ആലിക്കുഞ്ഞി ഹാജിയുടെ നേതൃത്വത്തിലുള്ള നിസ്കാരപ്പള്ളിയായിരുന്നു പ്രദേശത്തെ ആദ്യ ആത്മീയ കേന്ദ്രം. പരിസരവാസികളുടെ വിശിഷ്യ പ്രവാസികളുടെയും അകമഴിഞ്ഞ് പിന്തുണ കൊണ്ടും ആത്മീയോന്മേഷത്താലും ഇതിന്റെ യാത്ര ഹിഫ്ളുൽ ഖുർആൻ അക്കാദമി വരെ എത്തി നിൽക്കുന്നു. 2014 മെയ് 14 വെറും 14 കുട്ടികളുമായി കൊളക്കാട് ജുമാഅത്ത് പള്ളിക്ക് മുകളിൽ ആരംഭിച്ച ഈ സ്ഥാപനം 10 വർഷം പിന്നിടുമ്പോൾ 52ഓളം ഹാഫിദുകളെ സമുദായത്തിനും സമൂഹത്തിനും സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മതഭൗതിക രംഗത്തൊന്നും എടുത്തു പറയത്തക്ക സംഭാവനകളൊന്നും ചെയ്തിട്ടില്ലാത്ത കൊളക്കാട് പ്രദേശം ഇന്ന് ഹിഫ്ളുൽ ഖുർആൻ അക്കാദമിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളിലും മദ്രസയിലും 5ാം ക്ലാസ് പൂർത്തിയാക്കിയ 11 വയസ്സ് കവിയാത്ത കുട്ടികൾക്ക് ഹിഫ്ള് അടക്കമുള്ള മതപഠനത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും പകർന്നു നൽകുന്ന സ്തുത്യർഹമായ സേവനമാണ് അക്കാദമി നടത്തുന്നത്. വിദ്യാർത്ഥികളുടെ ഭൗതിക പഠന ബുദ്ധിമുട്ട് മനസ്സിലാക്കി സ്കൂൾ പഠനത്തിന് കൂടുതൽ ഫോക്കസ് നൽകുന്ന പുതിയ കരിക്കുലവും രൂപപ്പെടുത്താൻ ഒരുങ്ങുകയാണ് സ്ഥാപനം. കൊളക്കാട് പള്ളിയുടെ താഴെ നിലയിൽ ക്ലാസും മുകളിൽ താമസവും എന്ന രീതിയിലാണ് ഷംസുൽ ഹുദ ഹിഫ്ളുൽ ഖുർആൻ അക്കാദമിയുടെ തുടക്കം. 2014 മെയ് 15 വ്യാഴാഴ്ച മഗ്‌രിബ് നിസ്കാരാനന്തരം സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പവിത്ര കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ ജൈത്രയാത്ര പ്രതീക്ഷാവഹമായ രീതിയിലാണ് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സുമനസ്സുകളുടെ അകമഴിഞ്ഞ പിന്തുണയാൽ സ്ഥാപനത്തിന് അതിന്റെ ശൈശവ ദശ അതിവേഗം മറികടക്കാനായി. ഇന്ന് കൊളക്കാട് ജുമാഅത്ത് പള്ളിയുടെ പടിഞ്ഞാറ് വശത്തായി 20 സെന്റിൽ സ്വന്തമായി 3 നില കെട്ടിടത്തിൽ പ്രദേശത്ത് തലയെടുപ്പോടെ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നു. 2017 ഏപ്രിൽ 15 സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കെട്ടിടത്തിലാണ് അക്കാദമികേതര പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, വിഷ്വൽ പ്രൊജക്ടർ, ഡൈനിങ് ഹാൾ, ഓപ്പൺ സ്റ്റേജ്, കിച്ചൺ കോംപ്ലക്സ്, റീഡിംഗ് ഏരിയ, താമസം തുടങ്ങിയ മറ്റു സൗകര്യങ്ങളും അടങ്ങിയതാണ് പുതിയ ബിൽഡിംഗ്. കൊളക്കാട് ഗ്രാമത്തിൽ അഭിമാനപൂർവ്വം ഉയർന്നു നിൽക്കുന്ന ഷംസുൽ ഹുദ ഹിഫ്ളുൽ ഖുർആൻ അക്കാദമിക്ക് പിറകിൽ മൺമറഞ്ഞതും ജീവിച്ചിരിക്കുന്നതുമായ മഹാമനുഷ്യരുടെയും സാധാരണക്കാരുടെയും വലിയ പങ്കുണ്ട്. മർഹൂം VK അബ്ദുള്ള എന്ന മഹാമനീഷിയുടെ ഇച്ഛാശക്തിയും അചഞ്ചലമായ ഈമാനും വീര്യം ചോരാത്ത പ്രവർത്തനക്ഷമതയുമായിരുന്നു അക്കാദമിയുടെ അടിത്തറ. അദ്ദേഹത്തിന്റെ മനസ്സിലുദിച്ച ആശയം പിന്നീട് പിറകൊള്ളുകയായിരുന്നു. ശൈശവദശയിൽ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് സാമ്പത്തിക ബുദ്ധിമുട്ട് വൈതരണി ഒരുക്കിയപ്പോൾ തന്റെ സമ്പാദ്യമെടുത്ത്
സ്വസന്താനത്തെപ്പോലെ അദ്ദേഹം പ്രധാനമായും തന്റെ ഭാര്യാ സഹോദരൻ അബ്ദുർ റസാഖ് നന്ദിയുടെ കൂടി സഹായത്താൽ നോക്കി വളർത്തിയ സ്ഥാപനമാണ് ഷംസുൽ ഹുദ. സ്ഥാപനത്തിന്റെ ഓരോ വളർച്ചാ ഘട്ടങ്ങളിലും കൈമേയ് മറന്ന് അന്നും ഇന്നും ഉദാരമായി പിന്തുണച്ച വ്യക്തിയാണ് സ്ഥാപനത്തിന്റെ മുഖ്യ രക്ഷാധികാരി കൂടിയായ അബ്ദുർ റസാഖ് സാഹിബ് നന്ദി. സ്ഥാപനത്തിന് അക്കാദമിക അടിത്തറ പാകിയതിൽ വലിയ പങ്കുവഹിച്ചത് സ്ഥാപന ഡയറക്ടർ കൂടിയായ അൽ ഹാഫിൽ ഖലീൽ ബാഖവി ഉസ്താദാണ്. ഉസ്താദിന്റെ അറിവും പരിചയസമ്പത്തും പ്രാവീണ്യവും സ്ഥാപനത്തിന്റെ അക്കാദമിക നിലവാരമുയർത്താൻ സഹായിച്ചു. നിരവധി ഉലമാക്കൾ, ഉമറാക്കൾ എന്നിവരാൽ സ്ഥാപനം വിജയകരമായി നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഉസ്താദ് ഷഫീഖ് അൽ ഖാസിമി ചെയർമാനും ആലിമാസ്റ്റർ പനത്തൊടി പ്രസിഡന്റും മർഹൂം വി കെ അബ്ദുള്ള സാഹിബ് ജനറൽ സെക്രട്ടറിയും ഫിർദോസ് മുഹമ്മദ് അലി ട്രഷററുമായുള്ള ആദ്യ കമ്മിറ്റിയുടെ ശ്രമഫലമാണ് പ്രതികൂല സാഹചര്യത്തിലും സ്ഥാപനത്തിന് പിടിച്ചു നിൽക്കാനായത്. ഒരു ദശകത്തിലധികമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനത്തിന് നിലവിൽ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ ചെയർമാനും അലി മാസ്റ്റർ പ്രസിഡന്റും എല്ലം ദാവൂദ് സാഹിബ് ജനറൽ സെക്രട്ടറിയും സി ആലിക്കോയ സാഹിബ് ട്രഷററുമായ കമ്മിറ്റിയാണ് നേതൃത്വം നൽകുന്നത്. സ്ഥാപനത്തിന്റെ ഭരണചക്രം തിരിക്കുന്നത് ടി കെ ആലി സാഹിബും കെ കെ മുഹമ്മദ് സാഹിബും ഇബ്രാഹിം കുട്ടി സാഹിബ് കാപ്പാടും വി കെ സൈനുദ്ദീൻ സാഹിബും എം കെ മൻസൂർ സാഹിബും ഹിദായത്ത് ആലിക്കോയ സാഹിബും ഷാനിഫ് കാപ്പാടും റാഷിദ് വെങ്ങളവും കൂടെ ഉണ്ടായിരുന്നു. യമനിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് മഹാന്മാർ കച്ചവടത്തിനായും ദീനി പ്രചാരണത്തിനുമായി കാപ്പാട് പ്രദേശങ്ങളിലേക്കും നമ്മുടെ വിവിധ പ്രദേശങ്ങളിലൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോഴും പൂർവ്വ തലമുറയിലെ ആളുകൾ, യമനികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും കാപ്പാടുണ്ട്. കാപ്പാട് ജുമാഅത്ത് പള്ളിയും വളരെ പ്രശസ്തമായിട്ടുള്ള കാപ്പാട് ജുമാഅത്ത് പള്ളിയിലെ ദർസും മഹാനായ ഷംസുൽ ഉലമ ഉൾപ്പെടെയുള്ള പ്രഗത്ഭർ പഠനം നടത്തിയിട്ടുള്ള CH മുഹമ്മദ് കോയ സാഹിബ് അടക്കമുള്ള ആളുകൾ പഠനം നടത്തിയിട്ടുള്ള ദർസാണ് കാപ്പാട് ജുമാഅത്ത് പള്ളിയിൽ നടന്നിട്ടുള്ളത്. ഒരുപാട് നിസ്കാര പള്ളികളും ഏറെ ജുമാഅത്ത് പള്ളികളും ഒക്കെ ഉള്ള ഒരു കാപ്പാടിനെ സംബന്ധിച്ചിടത്തോളം ആ മത ചാരുതയുമായി ബന്ധപ്പെട്ട് രണ്ടാം പൊന്നാനി എന്ന ഒരു അപരനാമം നിലനിൽക്കുകയാണ്. തുടർന്ന് കാപ്പാട്ടെ യുവ തലമുറയിലെ അക്കാലത്തെ പ്രഗത്ഭരായിട്ടുള്ള PKK ബാബാ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള M മുഹമ്മദ് വയാജി ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമം നടത്തിയതിന്റെ ഫലമായി 1985 ഐനുൽ ഹുദ യതീംഖാന എന്ന ഒരു അനാഥ മന്ദിരം, യതീംഖാന നമ്മുടെ നാട്ടിൽ സ്ഥാപിതമാവുകയുണ്ടായി. കൊളക്കാട് രൂപീകൃതമായിട്ടുള്ള ഷംസുൽ ഹുദ ഹിഫ്ദുൽ ഖുർആൻ അക്കാദമി നമ്മുടെ നാട്ടിൽ ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥമായിട്ടുള്ള ഖുർആനിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് ഹാഫിളീങ്ങളെ സൃഷ്ടിക്കാൻ ഈ പ്രദേശത്തുള്ള നല്ലവരായ ദീനീ സ്നേഹികളുടെ ശ്രമം അത് വലിയൊരു വിജയമായി തീർന്നിരിക്കുകയാണ്. ഹൈഫുൽ മതഭൗതിക പഠനങ്ങളിൽ സ്ഥാപനം കൃത്യമായി കണിശത പുലർത്തുന്നതിനാൽ സകല മേഖലകളിലും പ്രതിഭാധനരായ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കാൻ സ്ഥാപനത്തിനായിട്ടുണ്ട്. കൃത്യമായ തജ്വീദ് പഠനത്തിൽ നിന്നും തുടങ്ങി കണിശമായ 20 ദൗറകൾ പൂർത്തിയാക്കുന്ന രീതിയാണ് അക്കാദമിക്കുള്ളത്. പഠനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഉസ്താദ് അൽ ഹാഫിൽ അഹമ്മദ് കബീർ ബാഖവി നേതൃത്വം നൽകുന്ന പ്രശസ്ത സ്ഥാപനമായ കൊല്ലം ഹംദാൻ ഫൗണ്ടേഷനിൽ നേരിട്ട് ഉപരിപഠനം നടത്താനുള്ള അവസരവും സ്ഥാപനം ഭാവിയിൽ കാണുന്നു. 11 വിദ്യാർത്ഥികളിൽ നിന്നും തുടങ്ങിയ സ്ഥാപനത്തിന്റെ പ്രയാണം ഇന്ന് 75-ൽ പരം വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാവുന്ന നിലയ്ക്ക് വളർന്നിരിക്കുന്നു. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പുറമെ ലക്ഷദ്വീപിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളും സ്ഥാപനത്തിൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ നാനോന്മുഖമായ ശേഷികൾ വികസിപ്പിക്കുന്നതിനായി കലാസാഹിത്യ കായിക വിനോദ പരിപാടികൾ കൃത്യമായി സംഘടിപ്പിക്കുന്നുണ്ട്. 2025 മെയ് മാസം 2-3 തീയതികൾ നാം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഷംസുൽ ഹുദ ഹിഫ്ദുൽ ഖുർആൻ അക്കാദമിയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും പിന്നിൽ ഒരുപാട് ആളുകളുടെ സഹായ സഹകരണങ്ങളും അധ്വാനങ്ങളും ഉണ്ട്. അവയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് റസാഖ് നന്ദി അവരുടെ സംഭാവനയാണ്. ഈ സമയത്ത് നാം ഉദ്ഘാടനം ചെയ്യുന്ന ബ്ലോക്കിൻ്റെ നിർമ്മാണം റസാഖ് നന്ദി അവരുടെ അനിയൻ അമീദ് സാഹിബിൻ്റെ നിർലോഭമായ സഹായം കൊണ്ടാണ് നടന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ നന്മകളും
ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതൊരു സ്ഥാപനത്തിൻ്റെയും ആണിക്കല്ലാണ് പൂർവ്വ വിദ്യാർത്ഥികൾ. 52 ഹാഫിളീങ്ങളെ സമൂഹത്തിന് സംഭാവന ചെയ്യാനായതിൽ ഷംസുൽ ഹുദ ഹിഫ്ദുൽ ഖുർആൻ അക്കാദമിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. പഠനം പൂർത്തിയാക്കിയവർ ഇന്ന് സമൂഹത്തിന്റെ വ്യത്യസ്ത തുറകളിലും മാതൃകാ സ്ഥാപനങ്ങളിലും സ്തുത്യർഹമായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിനകത്തും പുറത്തുമായി പ്രവർത്തനോന്മുഖരായ അക്കാദമിയിലെ സന്തതികൾ നിറഞ്ഞു നിൽക്കുകയാണ്. സ്ഥാപനത്തിലെ പഠനശേഷം ഉന്നത മതപഠനം കരസ്ഥമാക്കി ദീനീ മേഖലയിൽ തിളങ്ങി നിൽക്കുന്നവരും സമൂഹത്തിന്റെ നാനാഭാഗങ്ങളിൽ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടിരിക്കുന്നു. പ്രാരംഭദശയിൽ സാമ്പത്തികപരവും ഭൗതിക സൗകര്യപരവുമായ ഒരുപാട് വെല്ലുവിളികളെ സ്ഥാപനത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ സ്ഥാപന ഭാരവാഹികളുടെ ഹിമ്മത്ത് നിറഞ്ഞ പ്രവർത്തനങ്ങൾ കൊണ്ടും പ്രദേശവാസികളുടെയും ചേമഞ്ചേരി പഞ്ചായത്തിലെ UAE അടക്കമുള്ള GCC കമ്മിറ്റികളുടെയും റസാഖ് സാഹിബ് നന്ദിയുടെയും സാമ്പത്തിക സഹായം കൊണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവയെല്ലാം അതിജയിച്ച് ഇന്ന് സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അത് ഇന്ന് പടർന്ന് പന്തളിച്ച് പള്ളിയുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് തന്നെ 3 നില കെട്ടിടം എന്നുള്ള അവസ്ഥയിലേക്ക് വരികയും അതോടൊപ്പം തന്നെ അന്നത്തെ സാഹചര്യത്തിൽ ഹിഫ്ള് പഠനത്തോടൊപ്പം ചെറിയ രീതിക്ക് കുട്ടികളുടെ ഭൗതിക വിദ്യാഭ്യാസം മുടങ്ങാതെ ഇംഗ്ലീഷ്, അതുപോലെ മാത്സ്, സയൻസ് പോലുള്ള വിഷയങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെറിയ തോതിൽ സ്കൂൾ വിദ്യാഭ്യാസം കൊടുത്തുവെങ്കിലും കാലഘട്ടം വളരെ കുതിച്ചു മുന്നേറുമ്പോൾ കുട്ടികൾക്ക് ആ വിദ്യാഭ്യാസം പോരാ എന്ന് കമ്മിറ്റി തീരുമാനിക്കുകയും അൽഹംദുലില്ലാ ഒരു 4 വർഷം പിന്നിടുമ്പോൾ തന്നെ നല്ല സൗകര്യത്തോടു കൂടി സ്കൂൾ വിദ്യാഭ്യാസം 5ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞ് 6ാം ക്ലാസ്സിലേക്ക് അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് തന്നെ കുട്ടികളെ ഹിഫ്ള് രംഗത്തേക്ക് എടുക്കുകയും 6, 7, 8, 9, 10 എന്നുള്ള അവസ്ഥയിൽ കൃത്യമായിട്ട് സ്കൂൾ പഠനം, റെഗുലർ സ്കൂൾ പഠനം നമ്മുടെ സ്ഥാപനത്തിൽ വെച്ച് തന്നെ നൽകുകയും അൽഹംദുലില്ലാ അത് 2020-21 കാലഘട്ടങ്ങളിൽ 10ാം ക്ലാസ് നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച 9ഓളം വിദ്യാർത്ഥികൾ ഏകദേശം 95% മാർക്കോടുകൂടി 10ാം ക്ലാസ് A+ഓടുകൂടി പാസ്സാക്കുകയും ചെയ്ത ഒരു വലിയൊരു സന്തോഷവും സ്ഥാപനത്തിനുണ്ട്. അൽഹംദുലില്ലാ, ആ രീതിയിൽ ഹിഫ്ള് പഠനവും സ്കൂൾ പഠനവും, ഹിഫ്ളിന്റെ പഠനമാകട്ടെ രാവിലെ മുതൽ ഖുർആൻ പാരായണം ചെയ്തു തുടങ്ങി വൈകുന്നേരം ആകുമ്പോഴേക്കും കാണാതെ 30 ജുസു പൂർത്തീകരിക്കുന്ന ഒരു സിസ്റ്റത്തിലാണ് ശംസുൽ ഹുദ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. അൽഹംദുലില്ലാ, സമൂഹത്തിന് ഒട്ടേറെ ഹാഫിളീങ്ങളെ സമ്മാനിക്കാൻ കഴിഞ്ഞതിലും മാത്രമല്ല അവരെ ഭൗതിക മേഖലകളിൽ പല രീതിയിലും ഉപയോഗപ്പെടുത്താനും സമൂഹത്തിന് സാധിച്ചു എന്നുള്ളതിനും വലിയ നേട്ടവും സന്തോഷവുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സേവനം, ഖുർആനിൻ്റെ ഈ സേവനം ഖിയാമത്ത് നാൾ വരെ ഈ സ്ഥാപനത്തിൽ നിലനിൽക്കുവാനും അതിനുവേണ്ടി അകമിഴിഞ്ഞ് തുടക്കം മുതൽ ഇതുനാൾ വരെ സഹായിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം റബ്ബുൽ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയും ചെയ്യുന്നു. ദൈനംദിന ആവശ്യങ്ങൾക്കായി പ്രതിമാസം ശരാശരി 3 മുതൽ 4 ലക്ഷം രൂപ വരെ വരുന്ന ചെലവ് സുമനസ്കരായ ആളുകളുടെ അകമഴിഞ്ഞ സഹായം കൊണ്ടാണ് നടന്നുപോകുന്നത്. 4 റിസീവർമാർ മുഖേന സമാഹരിക്കുന്ന സംഭാവനകളും സന്തോഷ സ്മരണ ദിനങ്ങളിൽ സ്ഥാപനത്തിലേക്ക് ഓഫർ ചെയ്യുന്ന ഭക്ഷണവും ദൈനംദിന നടത്തിപ്പുകൾക്കേറെ സഹായകമാകുന്നു. ഒരു കുട്ടിയെ 1 വർഷത്തേക്ക് സ്പോൺസർ ചെയ്യാനുള്ള 48,000 രൂപ ഏറ്റെടുക്കുന്ന പേര് പറയാൻ ആഗ്രഹിക്കാത്ത നിരവധി വ്യക്തികളുടെയും കൂട്ടായ്മകളുടെയും പിന്തുണ സ്ഥാപനത്തിന് വലിയ ആശ്വാസം പകരുന്നതാണ്. ജഗനിയന്താവായ പടച്ചറബിന്റെ പടപ്പുകളോടുള്ള പരിശുദ്ധ വചനങ്ങളെ കുഞ്ഞുനാളിലെ ഹൃദയാന്തരങ്ങളിൽ കുടിയിരുത്തുന്ന വിശിഷ്ട വിനീത സേവനമാണ് ഷംസുൽ ഹുദ ഹിഫ്ളുൽ ഖുർആൻ അക്കാദമി നടത്തുന്നത്. സമൂഹത്തിൽ സമുദായ സമത്വം ഉയർത്തിപ്പിടിക്കുന്ന ഹാഫിളീങ്ങളും മതബോധം നിറഞ്ഞതുമായ പണ്ഡിതരെ കേന്ദ്ര സംസ്ഥാന ആധുനിക ഉദ്യോഗ തൊഴിൽ പ്രാതിനിധ്യത്തിന് പ്രാപ്തരാക്കുക എന്ന സുവിശേഷ ലക്ഷ്യവും
അക്കാദമി ഉയർത്തിപ്പിടിക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികതകൾ പെയ്തിറങ്ങുന്ന ഷംസുൽ ഹുദ അക്കാദമിക്ക് കൂടൊരുക്കിയ എല്ലാ സ്നേഹജനങ്ങളെയും പ്രാർത്ഥനാപൂർവം ഞങ്ങൾ ഓർക്കുകയാണ്. കൂടെ ഇനിയുള്ള യാത്രകളിലും നിങ്ങൾ കൂട്ടിരിക്കുമെന്ന പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും ഞങ്ങൾ ഷംസുൽ ഹുദ ഹിഫ്ദുൽ ഖുർആൻ കോളേജിന്റെ യാത്ര തുടരുകയാണ്.